പോത്തൻകോടിന്റെ ആദ്യ ഡിജിറ്റൽ സ്റ്റുഡിയോയായ സ്വപ്ന സ്റ്റുഡിയോ ഇനി അത്യാധുനിക സജ്ജീകരണങ്ങളാൽ സമ്പന്നം. നവീകരിച്ച സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം രാവിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. സുവർണ ജൂബിലിയുടെ ആഘോഷ നിറവിൽ തിളങ്ങി വിജയകരമായ 50ാം വർഷത്തിലേക്ക് കാൽവെക്കുന്ന ഈ വേളയിൽ ഇത് സ്വപ്ന സ്റ്റുഡിയോയ്ക്ക് ഇരട്ടി മധുരം. പോകാം വിശദാംശങ്ങളിലേക്ക്. പോത്തൻകോടിന്റെ ആദ്യ ഡിജിറ്റൽ സ്റ്റുഡിയോയായി ഇന്നും വിരാജിക്കുന്ന സ്വപ്ന സ്റ്റുഡിയോയിൽ നവീകരിച്ച സ്റ്റുഡിയോയുടെയും ലാർജ് ഫോർമാറ്റ് ഫോട്ടോ പ്രിന്റിംഗ് മെഷീന്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം രാവിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ബഹുമാന്യ സുഹൃത്തുക്കളെ, പോത്തൻകോട് സ്വപ്ന സ്റ്റുഡിയോ 50ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഏറ്റവും പഴക്കമുള്ള പോത്തൻകോട് പ്രദേശത്തെ സ്റ്റുഡിയോ എന്ന നിലയിൽ ജനങ്ങളുടെ നല്ല വിശ്വാസം നേടാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. 50ാം വാർഷികത്തോടൊപ്പം ആധുനിക രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള പ്രിന്റ് എടുക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം. ഇതെല്ലാ നാടിനും ജനങ്ങൾക്കും പ്രയോജനമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ചടങ്ങിൽ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ, മുൻ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് അംഗം M ബാലമുരളി, പോത്തൻകോട് ടൗൺ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് N സുധീന്ദ്രൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് SV സജിത്ത്, പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽകുമാർ, വ്യാപാര വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി അനിൽ, വ്യാപാര വ്യവസായി സമിതി പ്രസിഡന്റ് A മാഹീൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബി, ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയ ഒട്ടനവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്വപ്ന സ്റ്റുഡിയോ അത് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി വിപുലമായ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ട് പ്രവർത്തനം ഒന്ന് പുനർക്രമീകരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കാരണം പോത്തൻകോട് ഒരു തനി നാടൻ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഇപ്പോൾ അതൊരു ഉപഗ്രഹ നഗരമായിട്ട് തിരുവനന്തപുരത്തിനോട് കിടപിടിക്കുന്ന രീതിയിൽ കഴക്കൂട്ടം അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകാര്യമായിട്ടെങ്കിൽ നെടുമങ്ങാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കേന്ദ്രമായിട്ടൊരു വ്യാപാര വ്യവസായ കേന്ദ്രമായിട്ട് പോത്തൻകോട് മാറിയിരിക്കുന്നു. ആ പോത്തൻകോട് അടുത്ത സമയത്താണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു സംരംഭം ശ്രീ ബാലണ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. സ്വപ്ന സ്റ്റുഡിയോ എന്നുള്ള പേരിൽ ബാലണ്ണൻ ആരംഭിച്ച ഈ സംരംഭം നമുക്ക് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആലോചിക്കണം. അദ്ദേഹം ഈ സ്റ്റുഡിയോയിലൂടെ മാത്രമാണ് ഈ സ്റ്റുഡിയോ പ്രവർത്തനം തുടങ്ങി അതിൽ നിന്നും വ്യതിചലിക്കാതെ മറ്റ് ബിസിനസ്സുകളിലേക്കോ മറ്റ് സംവിധാനങ്ങളിലേക്കോ പോകാതെ ഒരു 50 വർഷക്കാലമായിട്ട് ഒരേ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെ നമുക്ക് നാട്ടുകാർ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ ബാലൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം ഒറ്റ മാനേജ്മെൻറ്റിൽ തുടങ്ങിയത് മുതൽ 50 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ നാട്ടുകാർക്ക് ഏറ്റവും ചുരുങ്ങിയ റേറ്റിലാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. പോത്തൻകോടിന്റെ മണ്ണിൽ ആദ്യമായാണ് കാനോണിന്റെ 44 ഇഞ്ച് 12 കളറിന്റെ ലാർജ് ഫോർമാറ്റ് പ്രിന്റർ സ്വപ്ന സ്റ്റുഡിയോ പരിചയപ്പെടുത്തുന്നതും. കമ്പ്യൂട്ടറൈസ്ഡ് ജനറേറ്റഡ് ഡിജിറ്റൽ ഇമേജുകളും ഉയർന്ന സ്ഥിരതയുള്ള പിഗ്മെന്റുകളും ഉപയോഗിച്ചുള്ള ഇത്യാദി പുതിയ പ്രിന്റിംഗ് രീതികൾ കളർ ഫോട്ടോഗ്രാഫുകൾക്ക് നല്ല സ്ഥിരതയാണ് സമ്മാനിക്കുന്നതും. ഉദ്ഘാടന വേളയിൽ സൗജന്യ സമ്മാന കൂപ്പണുകൾ വിതരണം നടത്തി. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന 2 ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകുമെന്നും കൂടാതെ ഉദ്ഘാടന ദിവസം മുതൽ മാർച്ച് 23 വരെയായുള്ള 1 മാസ കാലയളവിൽ ഇവിടെ നിന്നും സേവനം നടത്തുന്ന ഓരോ ഉപഭോക്താക്കൾക്കും മെഗാ സമ്മാനമായി ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഞാൻ ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഇന്നേക്ക് 50 വർഷം തികയാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. അന്ന് ഇന്നെടുക്കുന്ന ഒരു ഫോട്ടോയുടെ ജോലിയല്ല അന്നത്തെ ഒരു ജോലി. കാരണം അന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകളാണ് നമ്മൾ പുറത്തേക്ക് വരുന്ന ആ ചിത്രങ്ങൾ. ഇന്നെന്ന് പറയുന്നതെല്ലാം കണ്ട് എന്താണ് കിട്ടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടാണ് ആ ഫോട്ടോ എടുക്കുന്നത്. അന്നത്തെ ഫോട്ടോഗ്രാഫർമാരെയും ഇന്നത്തെ ഫോട്ടോഗ്രാഫർമാർക്കും രണ്ടും 2 രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ എന്നാലും അന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ ആ രീതി വെച്ച് ഇന്ന് ഞങ്ങൾ അതിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
ഇന്നത്തെ ഒരു പുതു തലമുറയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കുന്ന ക്യാമറ എടുത്ത് കൊടുത്താൽ അവർക്ക് എന്താണ് അതിന് തുറക്കാൻ വരെ ഒരു ഫിലിം ലോഡ് ചെയ്യാൻ വരെ അന്ന് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് ഇന്നത്തെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ. അത് ഇന്നത്തെ ഈ സ്റ്റുഡിയോ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് വന്നു തുടങ്ങി. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് നമ്മളെ സ്റ്റുഡിയോയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഏറ്റവും നല്ല ഒരു പ്രൊഡക്ഷൻ ആയ കനോണിൻ്റെ ഒരു മെഷീൻ, ഏറ്റവും വലിപ്പത്തിൽ അടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇന്ന് ഞാൻ പോത്തൻകോട്ട് ഇറക്കിയിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തൻകോട്ട് ആദ്യമായിട്ട് ഡിജിറ്റൽ സ്റ്റുഡിയോ തുടങ്ങിയത് ഞാൻ തന്നെയാണ്. ഗോവയിൽ പോയി പഠിച്ച് അതിന് ശേഷം ആണ് പോത്തൻകോട്ട് ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ ഉണ്ടായത്. അത് അന്ന് ഫോട്ടോഷോപ്പ് ഇറങ്ങാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. പക്ഷേ പിന്നീട് അത് ഫോട്ടോഷോപ്പ് ഇറങ്ങിയപ്പോൾ എല്ലാ സ്ഥലത്തും ആ ഡിജിറ്റൽ സ്റ്റുഡിയോ ആയി കഴിഞ്ഞു. എന്നാലും അതിൻ്റെ ടെക്നിക്കൽ പുതിയ ഇപ്പോൾ വീണ്ടും ഞാൻ പുതിയ ടെക്നിക്കിലേക്ക് ഞാൻ കടന്നുകൊണ്ട് ഇരുന്നു. അതിൻ്റെ പേരിലാണ് ഈ മെഷീൻ ഞാൻ എടുക്കാൻ കാരണമായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ 12 കളർ ഇത്രയും വലിപ്പത്തിൽ അടിക്കുന്ന ഒരു മെഷീൻ ഇറക്കിയത്. അത് ഒരു 1.5 വർഷത്തിന് മുമ്പ് ബുക്ക് ചെയ്ത് അതിൻ്റെ പൈസ സ്വരൂപിച്ച് ഞാൻ അത് ഇറക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോട്ടോ പ്രിന്റിംഗ്, പോസ്റ്റർ പ്രിന്റിംഗ്, ക്യാൻവാസ് പ്രിന്റിംഗ്, LED ബാക്ക്ലൈറ്റ് പ്രിന്റിംഗ്, ക്ലോത്ത് ബാനർ പ്രിന്റിംഗ്, A2, A1, A0+ വരെയായി ലഭിക്കുന്ന ബിൽഡിംഗ് പ്ലാൻ പ്രിന്റിംഗ് തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങളാണ് ഈ പ്രിന്ററിൽ നിന്നും ലഭിക്കുക. മിതമായ നിരക്കിൽ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടിൽ സമ്മാനിക്കുന്ന വെഡിംഗ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്ക് പുറമെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഫോട്ടോസ്റ്റാറ്റുകൾ, പ്രിന്റ് ഔട്ട്, സ്പൈറൽ ബൈൻഡിംഗ്, ID കാർഡ്, PVC പ്രിന്റുകൾ, ഫോട്ടോ ലാമിനേഷൻ, LED ലൈറ്റ് ഫ്രെയിമുകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, അക്രലിക് ഫോട്ടോ ഫ്രെയിമുകൾ, മാജിക് മിറർ, ID ലാമിനേഷൻ, മഗ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, മൊമന്റോകൾ തുടങ്ങിയ കൂറ്റൻ സേവനങ്ങളാണ് സ്വപ്ന സ്റ്റുഡിയോയിൽ നിന്നും ലഭിക്കുക. പോത്തൻകോടിൽ 1975 സ്വപ്ന സ്റ്റുഡിയോ പിറവിയെടുക്കുന്നത്. 50 വർഷത്തെ ഫോട്ടോഗ്രാഫി ജീവിതം സ്വപ്ന സ്റ്റുഡിയോ ഉടമയായ ബാലകൃഷ്ണന് കലാചാതുര്യതയുടെ പൂർണ്ണതയാണ്. അനുദിനം മാറിമറിയുന്ന ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി രംഗത്തെ പുത്തൻ നൂതന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്വപ്ന സ്റ്റുഡിയോ സദാ ജാഗരൂകരാണ്. ഞാൻ ഈ ഫോട്ടോഗ്രാഫി കുട്ടിക്കാലം മുതലേ എനിക്ക് ഉള്ളതിനെ കൊണ്ട് ഞാനത് പോയി പഠിച്ച് അത് എന്നും എൻ്റെ കാലം വരെ അത് നിലനിർത്താൻ വേണ്ടി ആണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റേതായ ടെക്നിക്കൽ ഇറങ്ങുന്നതനുസരിച്ച് ഞാനും അതിനോടൊപ്പം എല്ലാ ടെക്നിക്കലും ആയിട്ട് സ്റ്റുഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. വെഡിങ് വർക്കുകൾ മിതമായ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് ആൽബം ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ. 30 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ തൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടും ഒരു കൈക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടും തൻ്റെ ഫോട്ടോഗ്രാഫിയോടുള്ള അടങ്ങാത്ത അഭിരുചിയും മനോധൈര്യവുമാണ് ബാലകൃഷ്ണനെ ഈ തൊഴിലിൽ നിന്നും വ്യതിചലിപ്പിക്കാതെ അനുദിനം മുന്നോട്ട് നയിക്കുന്നതും. എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 30 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് കാലും നഷ്ടപ്പെട്ട് എന്നിട്ടും കൈക്ക് സ്വാധീനമില്ലാതെ ഇരുന്നിട്ടും ഞാൻ ഈ തൊഴിൽ വിടാതെ എൻ്റെ ഒരു മനോധൈര്യം കൊണ്ട് ഞാൻ ഈ സ്റ്റുഡിയോ ഇത്രയും കാലം ഓടിച്ചുപോയി. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ മരണം വരെ ഈ സ്റ്റുഡിയോ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളതിനെ കൊണ്ട് ഞാൻ പുതിയ ടെക്നിക്കൽ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ഒരുപാട് താല്പര്യം തോന്നുന്നത്. പോത്തൻകോടിൽ 50 വർഷക്കാലമായി സ്വപ്ന സ്റ്റുഡിയോ അടയാളപ്പെടുത്തിയത് ഫോട്ടോഗ്രാഫിയുടെ പേരിൽ പകരം വയ്ക്കാനില്ലാത്ത പെരുമയാണ്. പോത്തൻകോട് ഇത്രയേറെ വികാസം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ രംഗത്ത് നൂതനമായ ആശയവുമായിട്ടാണ് സ്വപ്ന സ്റ്റുഡിയോ അന്നും തുടങ്ങിയത്. ഇന്നും ഈ രംഗത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് സ്വപ്ന സ്റ്റുഡിയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ വളരെ ഉദാരമായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ ഓരോരുത്തർക്കും ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെതായ സേവനം എത്തിക്കാൻ
സ്വപ്ന സ്റ്റുഡിയോ ശ്രീ ബാലണ്ണൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന അതേ സൗകര്യത്തോടുകൂടി തന്നെയാണ് പോത്തൻകോട്ട് ഏതാണ്ട് 46 സൈസിൽ ഫോട്ടോ എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിലും സ്വപ്ന സ്റ്റുഡിയോയ്ക്കും ഇതിൻ്റെ മാനേജ്മെന്റിനും എല്ലാവിധ നന്മകളും ആശംസിക്കുക. എൻ്റെ സ്വന്തം ആവശ്യത്തിനായാലും മറ്റെൻ്റെ സുഹൃത്തുക്കളുടെ ആവശ്യത്തിനായാലും സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഈ സ്വപ്ന സ്റ്റുഡിയോയാണ് ഞാൻ ബന്ധപ്പെടാറ്. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, ഈ പരിസരത്തുള്ള ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വേണമെങ്കിൽ വളരെ റേറ്റ് കുറച്ച്, ഈ പരിസരങ്ങളിൽ ഏറ്റവും റേറ്റ് കുറച്ച് സ്വപ്ന സ്റ്റുഡിയോയിലാണ് നല്ല ഫോട്ടോ എടുത്തു കൊടുക്കുകയും പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണോ അത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ കുട്ടികളെ തൃപ്തിപ്പെടുത്തി വളരെ ലളിതമായ റേറ്റിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മറ്റെല്ലാ ഫോട്ടോകളും വിഭാഗം, മറ്റ് ഫംഗ്ഷനായ എല്ലാ ഫോട്ടോകളും വളരെ റേറ്റ് കുറച്ച് മാന്യമായിട്ട് ഇത്ര സൗമ്യമായ ഒരു മുതലാളിയെ ഞാൻ കണ്ടിട്ടില്ല. ജീവൻ തുടിക്കുന്ന ഓർമ്മകളാണ് സ്വപ്ന സ്റ്റുഡിയോയുടെ ഓരോ ഫോട്ടോകളും വിളിച്ചു പറയുന്നത്. ഒരു വാക്കോ കുറിപ്പോ ഇല്ലാതെ തന്നെ ഓർമ്മകളുടെ പെട്ടി തുറന്ന് കഴിഞ്ഞ കാലത്തെ സന്തോഷവും ദുഃഖവും അതേ തീവ്രതയിൽ സമ്മാനിക്കാനുള്ള ആ കഴിവ് സ്വപ്ന സ്റ്റുഡിയോയുടെ ഫോട്ടോകളിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു. സജീർ ഹാൽ, തലസ്ഥാന വാർത്തകൾ, പോത്തൻകോട്.